സോമാലിലാൻഡ് എന്ന രാജ്യം 34 വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ടിട്ടും അവർക്ക് സ്വന്തമായ കറൻസിയും സ്വന്തമായ ഭരണാധികാരികളും സ്വന്തമായ പോലീസും ഒക്കെ ഉണ്ടായിട്ടും ലോകരാജ്യങ്ങൾ അതിന് അംഗീകാരം കൊടുക്കാത്തത്. വാസ്തവത്തിൽ സോമാലിലാൻഡ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു രാജ്യമാണ്. ബ്രിട്ടീഷുകാർ കോളനി വാഴ്ച അവസാനിച്ചു പോയപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതാണ് സോമാലിലാൻഡിന്. എന്നാൽ അക്കാലത്ത് സോമാലിയയോട് ചേർന്ന് മതി ഒറ്റ രാജ്യം എന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് സോമാലിയ എന്ന രാജ്യം സോമാലിലാൻഡിലെ ജനങ്ങളോട് വിവേചനം കാട്ടിയതോടെ വിഘടന പ്രക്ഷോഭം ആരംഭിക്കുന്നു. 91-ൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. എന്നാൽ വർഷം 34 ലോകത്തെ ഒരു രാജ്യവും സോമാലിലാൻഡിനെ അംഗീകരിച്ചില്ല. സോമാലിലാൻഡ് ഒരു സ്വതന്ത്ര രാജ്യമായി, എന്നാൽ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയില്ലാതെ മുമ്പോട്ട് പോവുകയാണ്. അവിടെയാണ് നാടകീയമായ പിന്തുണ പ്രഖ്യാപനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു രംഗപ്രവേശം ചെയ്തത്. ഇന്നലെ രാത്രി നെതന്യാഹു ലോകത്തോട് പറഞ്ഞത്, ഞങ്ങൾ സോമാലിലാൻഡിനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നു, അവരുമായി നയതന്ത്ര ബന്ധം ആരംഭിക്കുന്നു, അവിടെ ഞങ്ങളുടെ എംബസിയും മറ്റും ആരംഭിക്കും, അവർക്ക് ഞങ്ങളുടെ രാജ്യത്തും പ്രവർത്തിക്കാം. സോമാലിലാൻഡിന്റെ പ്രധാനമന്ത്രിയെ ഇസ്രായേലിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. സൗദി അറേബ്യയും UAE അടക്കമുള്ള രാജ്യങ്ങൾ മൗനം പാലിക്കുമ്പോൾ ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. സോമാലിയയും തുർക്കിയും ഒക്കെ അതിശക്തമായ നിലപാടുമായി രംഗത്തെത്തി. ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. സോമാലിയ തുർക്കി അടക്കമുള്ള രാജ്യങ്ങളുമായി ചർച്ച നടത്തി. വിചിത്രമായ സംഗതി അതല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോമാലിലാൻഡിനെ അംഗീകരിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയും ഇതുവരെ സോമാലിലാൻഡിനെ അംഗീകരിച്ചിട്ടില്ല.